ഹലോ എവറി വൺ, സോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ലെക്ചർ നമ്പർ 3 ആണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്ത് എങ്ങനെയാണ് മീൻ കണ്ടുപിടിക്കുക എന്നാണ് കണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെയും അത് തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഓൾറെഡി ഒരു ക്ലാസ് ഇൻ്റർവെൽ തന്നിട്ടുണ്ട് 100 to 150, അതുപോലെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 4 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് FI എന്നുള്ള കോളാണ്, ഇത് ക്ലാസ് ഇൻ്റർവെല്ലാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ XI കണ്ടുപിടിക്കുക, ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ XI എന്ന് പറയുന്നത് ഈ 100 + 150 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ഓക്കെ, അതായത് 250 ഡിവൈഡഡ് ബൈ 2, അതായത് 125 വരും. അത് എപ്പോഴും ശ്രദ്ധിക്കണം, ഈ 100ൻ്റെയും 150യുടെയും കറക്റ്റ് നടുക്കായിട്ടായിരിക്കണം 125 ഈ നമ്പർ വരുന്നത്. ഓക്കെ, അപ്പോൾ 100ൻ്റെയും 150ൻ്റെയും നടുക്ക് തന്നെയാണ് 125. അപ്പോൾ ഇതുപോലെ ഇവിടെ ക്ലാസ് സൈസ് എത്രയാണ്? ക്ലാസ് സൈസ് എന്ന് പറയുന്നത് 50 ആണ്. ഓക്കെ, ക്ലാസ് സൈസ് എന്ന് പറയുന്നത് ഇവിടെ 50 ആണ്, കാരണം 200 - 150. ഓക്കെ, അതായത് 50 ആണ് ക്ലാസ് സൈസ് വരുന്നത്. അപ്പോൾ നമ്മളിനി ഒന്നെങ്കിൽ 150 + 200/2 എന്ന് ചെയ്യുക, അങ്ങനെ ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ജസ്റ്റ് ക്ലാസ് സൈസ് ആഡ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ 125 + 50 എന്ന് പറയുമ്പോൾ 175 വരും. +50 ചെയ്ത് കഴിഞ്ഞാൽ 225 വരും. +50 ചെയ്ത് കഴിഞ്ഞാൽ 275 വരും. +50 ചെയ്ത് കഴിഞ്ഞാൽ 325 വരും. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും ക്ലാസ് മാർക്ക് എന്ന് പറയുന്നത്, അതായത് XI എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡയറക്റ്റ് മെത്തേഡിൽ എന്താ ചെയ്യുന്നത്? ഈ FI XI കാൽക്കുലേറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി FI XI കാൽക്കുലേറ്റ് ചെയ്യാൻ ടഫായി. കാരണം എന്താണ്? ഇവിടെ 4 × 125 ചെയ്യണം, പിന്നെ 175 × 5 ചെയ്യണം, 225 × 12 ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ഓരോ നമ്പറും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷേ അപ്പോൾ അതിന് സമയം കൂടുതലെടുക്കും ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പണിക്ക് നിൽക്കില്ല. ഓക്കെ, അതായത് ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യില്ല, അതിന് പകരം അസ്യൂംഡ് മീൻ മെത്തേഡ് യൂസ് ചെയ്യും. ഓക്കെ, അസ്യൂംഡ് മീൻ മെത്തേഡ്. ഓക്കെ, അസ്യൂംഡ് മീൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിലുള്ള മാതിരി നമ്മളൊരു മീൻ അങ്ങ് അസ്യൂം ചെയ്യും. ഓക്കെ, മീൻ വാല്യൂ അതാന്ന് അസ്യൂം ചെയ്യും, എന്നിട്ടാണ് നമ്മളത് പ്രൊസീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മീൻ എന്ന് പറയുമ്പോൾ ഏകദേശം ആ നടുക്കുള്ളൊരു വാല്യൂ നോക്കിയാൽ മതി. ഈ ക്ലാസ് മാർക്കിൻ്റെ മിഡിലിൽ കിടക്കുന്നൊരു വാല്യൂ നോക്കാം. അപ്പോൾ ഇവിടെ 225 ആണ്. അപ്പോൾ ഈ 225 ആയിരിക്കും നമ്മൾ അസ്യൂംഡ് മീനായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ലെറ്റ് അസ്യൂംഡ് മീൻ നമ്മൾ ഡിനോട്ട് ചെയ്യുക A എന്നാണ്. ഓക്കെ, അപ്പോൾ A = 225. അസ്യൂംഡ് മീൻ നമ്മൾ 225 എടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു കോളത്തിൽ നമ്മളൊരു D എന്നുള്ള അല്ലെങ്കിൽ അടുത്തൊരു കോളത്തിൽ ചെയ്യേണ്ടത് ഈ XIയിൽ നിന്നും ഈ അസ്യൂംഡ് മീൻ മൈനസ് ചെയ്തിട്ട് ഒരു കോളം ഉണ്ടാക്കുക. ഓക്കെ, അതായത് ഇപ്പോൾ ഈ ഇവിടെ പോയിന്റിൽ വരുമ്പോൾ 225 - 225 എന്ന് വരും. അപ്പോൾ ഇത് 0 വരും. അതിന് താഴേക്ക് വരുന്നത് 275 - 225, അതായത് എത്രയാണ്? 50 വരും. അതുപോലെ 325 - 225 എന്ന് പറയുമ്പോൾ 100 വരും. ഓക്കെ, അതുപോലെ മുകളിലേക്കാണെങ്കിൽ 175 - 225 ആണ്. ഓക്കെ, അല്ലാതെ 225 - 175 അല്ല. അപ്പോൾ അതായത് ഈ മുകളിൽ എപ്പോഴും വരാൻ പോകുന്ന നമ്പേഴ്സ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇത് കണ്ടോ, ഇതൊരു പാറ്റേൺ ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് ആ ക്ലാസ് സൈസ് എത്രയാണോ, ഇപ്പോൾ ഇവിടെ ക്ലാസ് സൈസ് 50 ആണെന്നല്ലേ പറഞ്ഞത്, ആ ക്ലാസ് സൈസിൻ്റെ ഡിഫറൻസ് ആണ് എപ്പോഴും വരുള്ളൂ. ഓക്കെ, കാരണം ഈ XI തമ്മിൽ ക്ലാസ് ഡിഫറൻസ് ആണുള്ളത്. അപ്പോൾ ഈ അസ്യൂംഡ് മീൻ എവിടെ എടുക്കുന്നോ ആ കോളം 0 ആകും. അതിനും താഴേക്കുള്ളതെല്ലാം പോസിറ്റീവാണ്, ക്ലാസ് സൈസ് വെച്ച് കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ മുകളിലേക്കുള്ളത് നെഗറ്റീവ് ആയിരിക്കും, ക്ലാസ് സൈസ് വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി ചെയ്യേണ്ടത്, അപ്പോൾ ഇതിനെ നമ്മൾ DI എന്നാണ് ഈ കോളത്തിനെ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ DI = XI - A. ഇനി അടുത്ത കോളത്തിൽ നമ്മൾ ചെയ്യുന്നത് ഈ FI × DI ആണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഡയറക്റ്റ് മെത്തേഡിൽ FI × XI ചെയ്തെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യുന്നത് FI × DI ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ DI XIനേലും ബെറ്റർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു മൾട്ടിപ്ലൈ ചെയ്യാൻ ഈസി ആയിട്ടുള്ള നമ്പർ ആയിരിക്കും. അപ്പോൾ ഒരു നമ്പർ എന്തായാലും 0 ആവുകയും ചെയ്യും. ഓക്കെ, കാരണം അസ്യൂംഡ് മീൻ എടുക്കുന്ന ആ കറസ്പോണ്ടിങ് വാല്യൂ എന്തായാലും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആയിരിക്കും. ഓക്കെ, അതായത് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 12 × 0 ആണ്. ഓക്കെ, അത് 0 ആണ്. അതുപോലെ 4 ×
-100. അപ്പോൾ മൈനസ് വേണം കേട്ടോ, അല്ലെങ്കിൽ അത് ആൻസർ തെറ്റായി പോവും. -400 എന്ന് വരും. അടുത്തത് 5 × -50 -250 എന്ന് വരും. 2 × 50 അത് +100 വരും. 2 × 100 200 എന്ന് വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ പോസിറ്റീവ് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 100 + 200 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ 300 വന്നു. അതുപോലെ ഇവിടെ -400 -250 എന്ന് വരുമ്പോൾ -650 എന്ന് വന്നു. ഓക്കെ, ഇനി ഇത് എല്ലാം കൂടി ആഡ് ചെയ്യുകയാണ് വേണ്ടത്. അതായത് സിഗ്മ FI DI എന്ന് പറയുമ്പോൾ ഈ 300 -650 എന്ന് വരും. അതായത് -350 എന്ന് വരും. ഓക്കെ, അതുപോലെ നമ്മളിവിടെ സിഗ്മ FIയും കാൽക്കുലേറ്റ് ചെയ്യണം. സിഗ്മ FI ഇത് 4 + 5 9 + 12 + 4 എന്ന് പറയുമ്പോൾ നമുക്ക് 25 എന്ന് കിട്ടും. ഓക്കെ, ഇനി അപ്പോൾ A 225, സിഗ്മ FI DI -350, സിഗ്മ FI 25 ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ മീൻ എന്ന് പറയുന്നത് ഈ അസ്യൂംഡ് മീൻ പ്ലസ് സിഗ്മ FI DI ഡിവൈഡഡ് ബൈ സിഗ്മ FI എന്നാണ് അസ്യൂംഡ് മീൻ മെത്തേഡിൽ മീനിൻ്റെ ഫോർമുല. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എയുടെ വാല്യൂ എന്താണ്? എയുടെ വാല്യൂ എന്ന് പറയുന്നത് 225 ആണ്. പ്ലസ് FI DI സിഗ്മ FI DI എന്ന് പറയുന്നത് -350 ആണ്. അപ്പോൾ -350 ഡിവൈഡഡ് ബൈ 25. ഓക്കെ, അപ്പോൾ -350 ഡിവൈഡഡ് ബൈ 25 എന്ന് പറയുമ്പോൾ നമുക്ക് 14 എന്ന് കിട്ടും. ബട്ട് ഇവിടെ മൈനസ് ആണ്, അപ്പോൾ 225 -14 എന്ന് വരും. ഓക്കെ, അപ്പോൾ 225 -14 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? 225 -14 211 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീൻ എന്ന് പറയുന്നത് 211 ആയിരിക്കും. അപ്പോൾ ഈ അസ്യൂംഡ് മീനിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ അത് പ്രോബ്ലം ചെയ്യാൻ ഒന്നും കൂടി ഈസിയാണ്. ഓക്കെ, ഡയറക്റ്റ് മെത്തേഡിനെ അപേക്ഷിച്ച് നമുക്ക് കുറച്ച് ടൈം മതി അസ്യൂംഡ് മീൻ മെത്തേഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ എക്സാമിൽ ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും അസ്യൂംഡ് മീൻ മെത്തേഡ് യൂസ് ചെയ്യുന്നതായിരിക്കും ഈസി. ഓക്കെ, കാൽക്കുലേഷൻ മറ്റേത് നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമാണെന്ന് തോന്നും, പക്ഷേ അത് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ ഒരുപാട് സമയം പോകും. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും. പക്ഷേ ഈ അസ്യൂംഡ് മീൻ മെത്തേഡാണ് നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ ഇത് ചെയ്യാൻ സമയം കുറച്ചേ എടുക്കുകയുള്ളൂ എപ്പോഴും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ മെത്തേഡ് കൂടുതൽ സ്ട്രെസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ മോഡ് എന്താണെന്നുള്ളത് അല്ലെങ്കിൽ ഗ്രൂപ്പ്ഡ് ഡേറ്റയുടെ മോഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.